ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ അല്പസമയം ദൈവവചനം പങ്കിടുവാൻ ദൈവം എനിക്ക് തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത ഭാഗം ഗലാത്യർ 5:22, 23 എന്നീ വാക്യങ്ങളാണ്. അതിപ്രകാരമാണ്: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. നമ്മുടെ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം ഒരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ 2:5 ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്തായിരുന്നു ആ ഭാവം? തന്നെത്താൻ പദവി ഉപേക്ഷിച്ച് താഴേക്കിറങ്ങി, മറ്റുള്ളവരെ സ്നേഹിച്ച് തന്നെത്താൻ താഴ്ത്തി, ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ അനുവദിച്ച് അനുസരണമുള്ളവനായി, ദൈവത്തിൻ്റെ സമയത്ത് ഉയർത്തുന്നതുവരെ കാത്തിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും കഴിയുക, മറ്റുള്ളവരോട് ദയ കാണിക്കുക. പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന 4 പേരുടെ മനസ്സ്, ത്യാഗം, പ്രവൃത്തി ഇവയെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളായി നമ്മൾ കാണണ്ടേ? നമ്മുടെ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും മിച്ചമാക്കുന്നത് ഇപ്രകാരമുള്ള മെച്ചമായ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ? വചനം കേൾക്കാനെന്ന ഭാവത്തിൽ അവിടെ തിങ്ങിക്കൂടി നിന്ന ജനം ഇത്രയും പ്രയാസപ്പെട്ടു കൊണ്ടുവന്ന ഒരാൾക്കായി കുറച്ച് വഴി കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ലല്ലോ. യഥാർത്ഥമായ ആത്മാവിൻ്റെ ഫലമായ സ്നേഹമുണ്ടെങ്കിൽ ആ പക്ഷപാതക്കാരനെ മേൽക്കുര പൊളിച്ച് ഇറക്കേണ്ടി വരില്ലായിരുന്നു. പലപ്പോഴും നിത്യജീവിതത്തിലെ പല അനുഭവങ്ങളിലും ഞാനും നിങ്ങളും അത്തരക്കാരാവാറില്ലേ? ക്രിസ്തു സ്നേഹികൾ എന്ന ഭാവത്തിൽ നിന്ന് ഇത്തരം ദയയില്ലാത്ത, സ്നേഹമില്ലാത്ത പ്രവൃത്തികളും വാക്കുകളും കൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനോട് അടുക്കുന്നതിന് പകരം അകലുകയല്ലേ ചെയ്യുന്നത്? 1 കൊരിന്ത്യർ 13:13 പറയുന്നത് പോലെ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. തീർച്ചയായും ആത്മാവിൻ്റെ ഫലങ്ങളിൽ സ്നേഹം തന്നെയാണ് ഏറ്റവും വലുത്. സ്നേഹമാകുന്ന ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി, ക്രിസ്തുവിനോട് മറ്റുള്ളവരെ അടുപ്പിക്കുന്നവരായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വീകരിക്കുമാറാകട്ടെ.